മാക്യുലർ എഡിമ എന്ന് പറഞ്ഞാൽ കണ്ണിനകത്തുള്ള റെറ്റിനയിലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ഒരു സ്ഥലമാണ് മാക്യുല. ഈ മാക്യുലയിൽ വരുന്ന ഫ്ലൂയിഡ് അക്യുമുലേഷൻ അതിനെയാണ് മാക്യുലർ എഡിമ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രോബ്ലംസ്, അതായത് ഫങ്ഷനിൽ വരുന്ന വ്യത്യാസം, അവർക്ക് ശരിക്കും അവരുടെ ജോലിയിലോ അല്ലെങ്കിൽ കാഴ്ചശക്തിയിലോ ഒക്കെ വരുന്ന ഡിഫക്റ്റ്, നേരെ കാണാൻ പറ്റുന്നില്ല, സെൻട്രലായിട്ട് വരുന്ന ഒരു ബ്ലറിങ് വരുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ വരുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിംറ്റംസ്. അത് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ചികിത്സയുടെ ലക്ഷ്യം. എല്ലാവർക്കും നോർമൽ ചികിത്സയിലേക്ക്, നോർമൽ വർക്കിലേക്ക് വരണം. അങ്ങനെ വരണമെങ്കിൽ ഈ മാക്യുലർ എഡിമ എന്ന് പറയുന്ന അവസ്ഥയെ മാറ്റിയെടുക്കണം. അപ്പോൾ ഫ്ലൂയിഡ് മാറ്റിക്കളയുക എന്ന് പറഞ്ഞത് ഒരു ലൈനാണ്, ഒരു രീതിയാണ്. അതിന് പല പല രീതിയിലും പല സിസ്റ്റത്തിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് നമുക്ക് വെസൽസിനെ ഡിസ്ട്രോയ് ചെയ്യാം, ലീക്ക് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഉള്ള തന്നെ നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകൾ ആയുർവേദത്തിലും അലോപ്പതിയിലൊക്കെ ഉണ്ടെന്നാണ് അറിവ്. അപ്പോൾ അത് ഒരു ലൈനാണ്. പക്ഷേ ആയുർവേദത്തിൽ ഈ മാതാ ആയുർവേദ ഹോസ്പിറ്റൽ സ്വീകരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിനുള്ള പോസിബിലിറ്റിയെ കൂടെ മറികടക്കുക എന്നുള്ള ഒരു അപ്രോച്ചാണ്. അതായത് എന്തുകൊണ്ട് ഇതുപോലെ വീണ്ടും ഈ ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുന്നു? അപ്പോൾ ദർ വിൽ ബി സം പ്രോബ്ലം ഇൻ ദി വാസ്കുലേച്ചർ. ബ്ലഡ് വെസൽസിന് വരുന്ന ഒരു കുഴപ്പം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് കൊണ്ട് അതിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അപ്പോൾ അത് ഇൻഫെക്ഷൻ ആവാം, ഇൻഫ്ലമേഷൻ ആവാം, അല്ലെങ്കിൽ വെസൽ ഡയലറ്റേഷൻ ആകാം. അപ്പോൾ അവിടെ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ശരിയായ രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുകയാണെങ്കിൽ ലീക്ക് ചെയ്യാനുള്ള സാധ്യതയോ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തടയാൻ പറ്റും. ആ രീതിയിൽ ടു മെയിൻറ്റെയിൻ ദി സർക്കുലേഷൻ എന്നതായിരിക്കും ചികിത്സയുടെ ഫസ്റ്റ് ലക്ഷ്യം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അതായത് റെറ്റിനെ പിന്നീട് ബലപ്പെടുത്തി അതിനെ ശക്തിപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ആ ഫങ്ഷണൽ കപ്പാസിറ്റി തിരിച്ചു കിട്ടുന്നു. അങ്ങനെ തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം, ചികിത്സയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അവർക്ക് ഒരു നോർമൽ ഫങ്ഷനിലേക്ക് വരാൻ കഴിയണം.